8000 രൂപ. ഇതാ, ഇത് മുഴുവൻ നീ എടുത്തോ. അധികമുള്ളത് പഴയ പറ്റിന് വരവ് വെച്ചു. എനിക്കിപ്പോ ഒരു ഡോസ് തന്നാ മതി. ബാക്കി കടം ഞാൻ കുറച്ച് വീട്ടിൽ കൊള്ളാം. അതേപ്പറ്റി നിനക്കെന്തെങ്കിലും രൂപമുണ്ടോ? ഞാൻ പണം മോഷ്ടിച്ചു എന്നാണ് അമ്മ പറയുന്നത്. അയ്യോ, അങ്ങനെ ഞാൻ പറഞ്ഞില്ല മോളെ. നിനക്കെന്തെങ്കിലും അതിനെപ്പറ്റി അറിയോന്നേ ചോദിച്ചുള്ളൂ. അമ്മയെ ചോദ്യം വലിയ ചൂട് ചോദിച്ചോ? ആ, അവളോടാ ഞാൻ ആദ്യം ചോദിച്ചത്. എന്നിട്ട് എന്തു പറഞ്ഞു? മോളെ, അമ്മയുടെ മൂത്ത മോള് പറഞ്ഞ മറുപടി എന്നെ എനിക്കും പറയാനുള്ളൂ. മോഷ്ടാവിനെ കയ്യോടെ പിടിക്കണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പക്ഷെ അമ്മ ഒരു ചുക്കം ചെയ്യില്ല. ദേ നിൽക്കുന്നു. നീ കണ്ടോ അവരെടുക്കുന്നത്? ആ, അവര് മേശ വലിപ്പ് തുറന്ന് കാശെടുക്കുന്നത് ഞാൻ കണ്ടതാ. എപ്പോ? അത് ഇന്നലെ രാത്രിയാ. ഈശ്വര, അയ്യോ, ഞാൻ പറഞ്ഞില്ലേ അവരെ ഇത് ചെയ്യൂന്ന്. പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക വേണ്ടത്. വല്ലവന്റെ മുതല് മോഷ്ടിച്ചിട്ട് നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ? ഇവരെ ഞാൻ ഇന്ന് ശാരി, ഇതാ ഞാൻ പറഞ്ഞത്. പറഞ്ഞിട്ട് ഒരു പ്രയോജനം ഇല്ലെന്ന്. നീ ആ ഭാനുമതി അമ്മ എവിടെ എങ്ങാനും കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ കണ്ടില്ല. ഞാൻ അവർക്ക് കഞ്ഞി കൊടുക്കാൻ ഹോട്ടലിൽ പോയതായിരുന്നു. അവിടെ ഒന്നും കാണാനില്ല. ഇനി വീടിനകത്തെങ്ങാനും. ആ, അതിന് വീട്ടിൽ കയറാൻ ശ്യാമ സമ്മതിച്ചിട്ട് വേണ്ടേ? ശാരദാമ്മേ, ഇപ്പൊ ചെന്നാ നിങ്ങൾക്ക് കൈയോടെ പിടികൂടാം. ആരെ? ആ ഭൂലോക കള്ളിയില്ലേ ഇവിടെ ശാരദാമ്മ നിർത്തിയിരുന്ന ആ തള്ള. അവര് തന്നെ ശാരദാമ്മേ ആ 8000 രൂപ കട്ടത്. അത് നിനക്കെങ്ങനെ മനസ്സിലായി? ശ്യാമമോള് വന്നു കഴിഞ്ഞിട്ട് മോഷണമാണോന്ന് ഉറപ്പിക്കാന്നല്ലേ ശാരദാമ്മ പറഞ്ഞിരുന്നത്. ആ, ശ്യാമമോള് വന്നിട്ട് പണം എടുത്തില്ലെന്ന് പറഞ്ഞതോടെ അവര് പെട്ടു. കുറച്ചു നേരം അവിടെ ഇവിടെയൊക്കെ പരിങ്ങി നിൽക്കുന്നത് ഞാനും ശാന്തി കണ്ടതാ. കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോ ആളെ കാണാനില്ല. ഇവിടെങ്ങാനും കാണുമെന്ന് കരുതി ഞങ്ങൾ അതത്ര കാര്യമാക്കിയതുമില്ല. ഇപ്പൊ ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴി നോക്കുമ്പോ പഴവീട് അമ്പലത്തിന്റെ ഭജനപുരയിലിരിക്കുന്നു. ഉറപ്പായിട്ടും അവര് കട്ടിട്ട് സ്ഥലം വിട്ടതാ ശാരദാമ്മേ. അല്ലെങ്കിൽ അവരെന്തിനാ മുങ്ങിയത്? ആ, അതാ ഞാൻ പറഞ്ഞത് ഇപ്പൊ ചെന്ന കൈയോടെ പിടിക്കാന്ന്. അവരിവിടുന്ന് വേറെ എന്തെങ്കിലും സാധനങ്ങൾ എടുത്തിട്ടുണ്ടോ എന്ന് നോക്കിയാൽ നന്നായിരിക്കും. അമ്മേ, പണം മോഷ്ടിച്ചത് ഭാനുമതി അമ്മയല്ല. പിന്നാരാണെന്ന മോള് പറയുന്നേ? പറയ്, ആരാത്? ഇടി പറയാൻ, ആരാന്ന്? അത് ശാരിമോള് നേരെ വാ നേരെ പോന്ന് ചിന്തിക്കുന്നത് കൊണ്ട് തോന്നുന്നതാ. ഒന്ന് കരഞ്ഞു കാണിച്ച മോളുടെ മനസ്സല്ലേ. ശാരദാമ്മ എന്റെ കൂടെ വാ, നമുക്ക് കൈയോടെ പിടിക്കാം. രാജി പോ. വാ ശാരദാമ്മേ. രാജിയോട് പോവാനല്ലേ പറഞ്ഞത്? എന്തിന്? കുന്തിന്. ഒരുപാട് പണികൾ അവിടെ ബാക്കി കിടക്ക. അതിന് അതൊക്കെ ഞാൻ ചെയ്യണോ ഇപ്പോ? ആ, ചെയ്യണം. എന്താ സത്യം ഇങ്ങോട്ട് വിളിക്കട്ടെ. ഇന്നത്തോടെ നിന്റെ ഇവിടുത്തെ താമസവും മതിയാക്കി. അയ്യോ വേണ്ട, ഞാൻ വരാം. ആ, എന്നാ പിന്നെ എണീറ്റ് വാ. എനിവേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക്സ്. ബർത്ത്ഡേ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ഇളവ് തന്നൂടെ ശാലിനി, പ്ലീസ്? നോ,
ഒരു കുന്ന് തുണി കിടപ്പുണ്ട്. നീ അതൊക്കെ എടുത്ത് അലക്കി വെളുപ്പിക്കണം. അതിന് എനിക്കത്രയും തുണികളൊന്നും ഇല്ലല്ലോ വാഷ് ചെയ്യാനായിട്ട്. അയ്യോ, നിന്റെ മാത്രമല്ല, എന്റെയും വിഷ്ണുവേട്ടന്റെയും പ്രീതിയുടെയും അച്ഛന്റെയും സത്യാമ്മയുടെയും എല്ലാവരുടെയും ഉണ്ട്. ആണോ? എങ്കി പിന്നെ ആ പിള്ളേച്ചന്റെയും പൊന്നിയുടെയും കൂടെ ആവാമായിരുന്നല്ലോ. ഞാനത് മറന്നുപോയി. ഞാനേ അവരോട് പറയാം, അവർക്ക് കഴുകാനുള്ളത് എടുത്തോണ്ട് വരാം. ശാലിനി പ്ലീസ്. ഒരു പ്ലീസും ഇല്ല. കൊല്ലു എന്നെ. ഹേ, വെറും കൊല്ലല്ല, കൊന്ന് കൊല വിളിക്കൽ. എന്റെ നാട് ഓടിഞ്ഞേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു സുസ്മിത. ബർത്ത്ഡേ? ഓ മൈ ഗോഡ്. സത്യം പറ, ഇത് സ്വപ്നമൊന്നും അല്ലല്ലോ അല്ലേ? നിനക്ക് എന്ത് വടി, തലയ്ക്ക് ഓളമായോ അതോ നട്ടളയോ? അല്ല, നീ സ്വപ്നത്തിലും ഇതേ കളർ ഡ്രസ്സായിട്ടിരുന്നേ. അയ്യോ, ആണോ? എന്നാലേ ഈ ആഴ്ച മുഴുവൻ ഞാൻ ഈ ഡ്രസ്സാ. നീ മര്യാദക്ക് എഴുന്നേറ്റ് വാ, അവിടെ എല്ലാരും അന്വേഷിക്കുന്നുണ്ട്. സത്യാമ്മ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അല്ല, എന്റെ ദൈവമേ, ആരെന്തിനാണോ അന്വേഷിക്കുന്നത്? ഇന്ന് തന്നെ ഭാമാന്റെ ഏതോ ഒരുത്തനെ കൊണ്ട് എന്റെ കഴുത്തി താലി കേറ്റോ? എന്റെ ഈശ്വരാ. അല്ല, നീ ഏതോ മനോരാജ്യത്തിലായിരുന്നു തോന്നുന്നു. ഏത് മനോരാജ്യം? കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനെ കുറിച്ചുള്ള മനോരാജ്യമായിരിക്കും ശാലിനി. കണ്ടോട്ടെ എന്നേ. ഇതന്നെ മതിയമ്മ, കറക്റ്റ്. ഇനി ആഭരണങ്ങളൊക്കെ ഒന്ന് കാണിച്ചേ. ഇതാണോ സത്യഭാമയുടെ വീട്? അതേമേ. ഇവിടെയാ അവള് അല്ലേ? അവളെ കാണുമ്പോ ഞാൻ എങ്ങനെയാ പ്രതികരിക്കാൻ അറിയില്ല എനിക്ക്. കൊല്ലാൻ വേണ്ടി ഇറങ്ങിയതല്ലേ അമ്മ ഞാൻ. ഒന്നും വേണ്ട, അവളെ ഭാര്യയാക്കുന്നത് തന്നെയാ അവൾക്കുള്ള ഏറ്റവും വലിയ ശിക്ഷയെന്ന് അമ്മ തന്നെയല്ലേ പറഞ്ഞത്? അതെ, അതുതന്നെയാണ് അതിന്റെ ശിക്ഷ. പക്ഷെ അവള് കൺമുമ്പിൽ വന്ന് നിൽക്കുമ്പോ, ഇതിനു മുമ്പ് ഞങ്ങൾ തമ്മിൽ കാണുമ്പോ എന്റെ കഴുത്തിലൊരു താലി ഉണ്ടായിരുന്നു. സീമന്തരേഖയിൽ സിന്ദൂരവും. അത് രണ്ടും ഇല്ലാതാക്കിയത് അവളാ. പകരം അവളുടെ കഴുത്തിലേക്കൊരു താലിച്ചരടും സീമന്തരേഖയിൽ സിന്ദൂരവും അമ്മയുടെ ഈ മകൻ ഇട്ടുകൊടുക്കുമേ. കെട്ടിലമ്മയായിട്ട് വാഴിക്കാനല്ല, ജീവിതം പഠിപ്പിച്ചു കൊടുക്കാൻ. അതിനുവേണ്ടി അമ്മേ ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. അല്ലെങ്കിൽ കണ്ട മാത്രയിൽ തന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലാമായിരുന്നു എനിക്കവളെ. വേണ്ട, നമ്മൾ ഇത്രയും നാളും കാത്തിരുന്നില്ലേ? നീ പറഞ്ഞതുപോലെ സത്യഭാമ തന്നെ മുന്നിൽ നിന്ന് നടത്തിത്തരണം അവളുമായിട്ടുള്ള നിന്റെ വിവാഹം. നോക്കിയ മോളെ, പുതിയ ഡിസൈനാ. കഴുത്തി ഞെരിച്ചു കൊന്നാൽ ഏതാനും നിമിഷങ്ങളെ ആ വേദനയും വെപ്രാളവും നീണ്ടു നിൽക്കും. അതങ്ങനെ അവസാനിപ്പിക്കാൻ പാടില്ല. ജീവിതകാലം മുഴുവനും വേദനിച്ച് പിടയണോ അവള്? പിടയും. അമ്മ വാ.
വലിയ വീട്ടിലെ പെണ്ണിനെ മരുമകളാക്കാമെന്ന് കരുതിയോ എന്ന നാട്ടുകാരുടെ പരിഹാസത്തിൽ ഹൃദയം പൊട്ടി രോഹിത്തിന്റെ അച്ഛൻ കഷ്ടായി പോയല്ലോ. എന്നിട്ട് അവളെവിടെ, ആ പെൺകുട്ടി? അവളെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇപ്പോഴും അന്വേഷിക്കാം ഞങ്ങള്. എനിക്ക് ഭ്രാന്തായതാണോ അതോ ഇവർക്കെല്ലാം ഭ്രാന്താണോ? ഈ സ്ത്രീ എന്താ എന്നെ തിരിച്ചറിയാത്തത്? കഷ്ടായിപ്പോയി. അതെ, നിങ്ങൾക്ക് ഇത്ര ഒരു സങ്കടകഥയുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പറഞ്ഞതിനെല്ലാം ഐ എം സോറി. അമ്മ എന്തിനാ അവരോട് സോറി ചോദിക്കുന്നത്? നിങ്ങളുടെ സ്ഥാനത്ത് ഞാനോ മറ്റോ ആയിരുന്നെങ്കിൽ ആ പെൺകുട്ടിയെ കണ്ടുപിടിച്ച് കാലിൽ പിടിച്ച് വലിച്ചു കീറി കടലിൽ എറിഞ്ഞേനെ. അങ്ങനെ തന്നെയാ ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ ക്ഷമിച്ചു. ആ, പണവും പദവിയൊന്നുമല്ല, ഇതിനെയാ തറവാടിത്തമെന്നും അന്തസ്സെന്നൊക്കെ പറയുന്നത്. എന്തായാലും ഇനി നിങ്ങളുടെ മരുമകളാകാൻ പോകുന്ന പെൺകുട്ടി ഭാഗ്യം ചെയ്ത പെൺകുട്ടിയാണെന്ന് ഞാൻ പറയും. ഏതായാലും ആ പെണ്ണിനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചൊല്ലും വിളിയില്ലാതെ ആ കുട്ടിയെ വളർത്തിയ അച്ഛനെ അമ്മയും വേണം പറയാൻ. ഓരോന്നിനെ ഇങ്ങനെ കാള പോലെ വളർത്തിയിട്ട് ചുമ്മാ അതങ്ങ് അഴിച്ചു വിടുകയല്ലേ ഓരോ ആണുങ്ങളുടെ നെഞ്ചത്തേക്ക്. മക്കൾ എവിടെ പോകുന്നു, എന്തെല്ലാം തോന്നിവാസം കാട്ടുന്നു എന്നതിനെ കുറിച്ചൊന്നും ഒരു രൂപവുമില്ല ഇന്നത്തെ അച്ഛനമ്മമാർക്ക്. അത് ശരിയാ ശാലിനി പറഞ്ഞു. ആ, അതൊക്കെ കഴിഞ്ഞു. ഇനി മറക്കാം. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ലെന്നോ? നിന്റെ വാ തുറക്കടി. വാ തുറക്കാൻ. തുറക്കാനും ഞാൻ എന്നാ നീ വാ തുറക്ക. വാ തുറക്കാൻ. തുറക്കടി. ഞാൻ ഇവിടുന്ന് പോയി തന്നാ മതിയല്ലേ നിനക്ക്? അമ്മേ, അമ്മ അറിയിക്കണ്ടെന്നല്ലേ പറഞ്ഞത്? നീ വാ തുറക്കടി. ഞാൻ നോക്കട്ടെ. നീ ശരിയാക്കി തരാടി ഞാനിന്ന്. തുറക്കടി. പറഞ്ഞ നീ കേക്കില്ലല്ലേ? നിന്നെ ഇന്ന് ഞാൻ കൊല്ലൂടി. അമ്മേ, 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 ശാപ വീട്. അമ്മേ, അമ്മേ, അമ്മേ. നിനക്ക് അമ്മയോട് പറയാനല്ലേ? അമ്മേ, നിക്കണേ, നിക്കാൻ. അമ്മേ, ഷാനിജി, ഷാമിനെ കൊല്ലാൻ വരുന്നേ. അമ്മേ, നിക്കണേ ഇവിടെ. ഷാരി പോണല്ലേ ഇത്? ഷാനിജി, വാ. അയ്യോ, ഭാനുദേവേ, 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 കണ്ണുനോക്ക്. ഭാനുദേവേ, ഭാനുദേവേ, കണ്ണുനോക്ക്. ഭാനുദേവേ, അയ്യോ മോളെ, നീ എന്താടി കാണിച്ചത്? ഭാനുദേവേ, ഭാനുദേവേ, രാജി, ഭാനുദേവേ, ഭാനുദേവേ, കണ്ണൂർക്ക്. അയ്യോ, ശ്യാമേ, ശ്യാമേ, മോളെ, ശ്യാമേ, ശ്യാമേ, മോളെ, മോളെ, ശ്യാമേ, 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 കണ്ണൂർക്ക്. അയ്യോ ഈശ്വര. ശാരദാമ്മേ, ഭാനുദേവേ, ബോധം പോയെന്ന് തോന്നുന്നു. ഭാനുദേവേ,
അപ്പൊ ഇന്ന് രാത്രിയുള്ള ബർത്ത്ഡേ പാർട്ടി. അപ്പൊ വേറെ എന്തെങ്കിലും ചടങ്ങ് നടത്തുണ്ടോ അവിടെ വെച്ചിട്ട്? നിശ്ചയം അതവിടെ വെച്ച. അല്ല ഭാമി എന്താ ഉദ്ദേശിച്ചേ? സുസ്മിതയുടെ വരുന്ന ബർത്ത്ഡേ പാർട്ടിയിൽ വെച്ച് പ്രഖ്യാപിക്കുകയാണല്ലോ. ആ വേദിയിൽ വെച്ച് തന്നെ നമുക്ക് നിശ്ചയവും മോതിരമാറലും അങ്ങ് നടത്താം. എന്തിനാ വെറുതെ വെച്ച് താമസിപ്പിക്കുന്നേ? പെട്ടു പെട്ടു പെട്ടു. എന്റെ കാര്യം ഏകദേശം ഒരു തീരുമാനമായി. നീ ഇങ്ങനെ നിരാശപ്പെടാതെ വേ. നിന്റെ വിഷ്ണുവേട്ടനേക്കാൾ കൊള്ളാവുന്ന ആരെങ്കിലുമാണ് നിന്റെ ഭാമാന്റി തിരഞ്ഞെടുത്തിരിക്കുന്നതെങ്കിലോ? വിഷ്ണുവേട്ടനേക്കാൾ കൊള്ളാവുന്ന ആരെങ്കിലോ? അങ്ങനെ ഒരാൾ ഈ ഭൂമിയിൽ ഇല്ലടി. ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ട. അല്ലെങ്കിൽ ഞാനെന്തിനാ ഇത്ര നാൾ ഇവിടെ എല്ലാം സഹിച്ച് പിടിച്ചു നിന്നതും പോരാടിയതും ഒക്കെ? ഒന്നല്ല 2 കല്യാണ പന്തലിന്നാ വിഷ്ണുവേട്ടന് വേണ്ടി കാത്തിരുന്നിട്ട് എനിക്ക് കണ്ണീരോടെ പടിയിറങ്ങേണ്ടി വന്നത്. പെട്ടെന്ന് ഇറങ്ങടാ. ഫംഗ്ഷൻ തുളയ്ക്കുന്നു. വണ്ടി വെച്ചിട്ട് ഞാൻ വരാം. ഇവ ഇതുവരെ പോയില്ലേ? എന്തോ നോക്കി നിൽക്കോടാ. ഇവിടെ എന്താ ഗുരു വിശേഷം? എന്റെ കുഞ്ഞമ്മേറെ കല്യാണം. ആഹാ, അതെന്നാ? അയ്യോ എടാ പൊട്ടാ, നിന്റെ അടുത്ത് എത്ര തവണ പറഞ്ഞു ഇത് സത്യാമ്മയുടെ കുഞ്ഞമ്മയുടെ കല്യാണമാണെന്ന്? സത്യാമ്മയുടെ കുഞ്ഞമ്മയോ? അതാരാ ഗുരു? സത്യാമ്മയുടെ കുഞ്ഞമ്മ? ഞാൻ അങ്ങനെ പറഞ്ഞാ? ആ, പറഞ്ഞായിരുന്നു. പറഞ്ഞാ? ആ. ഈ പൊട്ട എന്നെ കൂടെ തല്ലു കൊള്ളിക്കുമല്ലോ എന്റെ മാതാവേ. ഒന്ന് വേഗം വാടാ, ഫംഗ്ഷൻ തുടങ്ങി കാണും. സത്യാമ്മീനി എന്തു പറയുമെന്തോ, ഒന്ന് വേഗം വാടാ. ഓ, ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞാ പിന്നെ ആന്റി എന്നെ ഇവിടുന്ന് പുറത്താക്കും. ശാലിനിയെ പുറത്താക്കിയിട്ട് വിഷ്ണുവേട്ടന്റെ ഭാര്യ ആകാമെന്ന് മനക്കോട്ട കെട്ടിയിരിക്കുന്ന എന്റെ സകല പ്രതീക്ഷ അസ്തമിക്കും. എനിക്ക് പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ. ഇന്നത്തെ പാർട്ടിയിൽ വെച്ച് പ്രഖ്യാപിക്കുമല്ലോ നിന്റെ ഭാവി വരുന്നേ. നീ പറഞ്ഞത് വെച്ച് മോതിരമാറ്റവും നടക്കും. പക്ഷെ കല്യാണത്തിന് കുറച്ചു ദിവസം ബാക്കിയുണ്ടാവുമല്ലോ. അതിനിടയില് നിങ്ങൾക്ക് പരിചയപ്പെടാനും അടുത്ത് സംസാരിക്കാനൊക്കെ അവസരം കിട്ടുമല്ലോ. അതിനിടയില് നീ അവന് നിന്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കണം. അതെ, നീയായിട്ട് കല്യാണത്തിൽ നിന്ന് പിന്മാറണ്ട. അവൻ 4 കാലും പറിച്ചു ഓടിക്കോളൂ. കല്യാണം മുടങ്ങിയെന്നുള്ള സഹതാപത്തിൽ നിനക്കിവിടെ വീണ്ടും കടിച്ചു തൂങ്ങുകയും ചെയ്യാം. അത് തന്നെയാ ശരിയായ വഴി. വരട്ടെ അവനിങ്ങോട്ട്. വാമേ. ആ രോഹിത്. ഹായ്. അമ്മ നമസ്കാരം. ദേ എല്ലാരും നിങ്ങളവിടെ കാത്തിരിക്കുക. അതെ, കുഞ്ഞിനെ അവിടെ തിരക്കുന്നു.
ആ ഞാനിപ്പോ വരാം. ആ പിന്നെ എന്നാലും അത് വേണ്ടായിരുന്നു. ഏത്? ശാലിനി കുഞ്ഞിനോട് ചോദിച്ചൊന്നും ഇവിടെ കിട്ടില്ല. എന്താ? ഹാപ്പി ബർത്ത്ഡേ മോളെ. താങ്ക്സ് ആന്റി. മോളെ അമ്മ ഹാപ്പി ബർത്ത്ഡേ. എവിടെയായിരുന്നു ഇതുവരെ? ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ. എന്നെ കൊണ്ടൊന്നും പറയണ്ട മനുഷ്യനെ വെറുതെ. താങ്ക്സ് അല്ലേ, ഇങ്ങെടുക്കുക. കിട്ടിയാ? കിട്ടി കിട്ടി. എനിക്കുള്ളത് ഗുരുവിനുള്ളത് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഗുരുത്തുള്ള ശിഷ്യന്മാര്. മോള് വാ. എവിടെയെങ്കിലും ഇലയിട്ട് വിളിച്ച ഒരു മടിയില്ലാതെ കൈ കഴുകി ഇറങ്ങിക്കോളൂ. നാണം കെട്ട വർഗം. One minute. Silence, please. ഈ പാർട്ടിക്ക് കാരണം സുസ്മിതയുടെ ബർത്ത്ഡേ മാത്രമല്ല, സുസ്മിതയുടെ ജീവിതത്തിലെ നാഴികക്കല്ലാവുന്ന ഒരു മുഹൂർത്തത്തിന് കൂടി നമ്മൾ ഇവിടെ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഇവളുടെ ചില സങ്കടങ്ങൾക്ക് ഒരു പരിധിവരെ കാരണക്കാരി ഞാനാ. ആ കുറ്റബോധം ഇത്രയും നാളും എന്റെ മനസ്സിലുണ്ടായിരുന്നു. അതിന് ഞാനിവിടെ പാപപരിഹാരം ചെയ്യുകയാണ്. എന്താ മോളെ, സന്തോഷായില്ലേ? അല്ല ഭാമേ, ഇതിവിടുത്തെ ഡ്രൈവറല്ലേ? ഇപ്പൊ ചെയ്യുന്ന ജോലിയിലല്ല കാര്യം. പഠിപ്പും വിവരവും സംസ്കാരവും വിവേകമുള്ള ആളാ രോഹിത്. പണത്തിന്റെയോ പദവിയുടെ കുറവുണ്ടെങ്കിൽ അതീ സത്യഭാമ നികത്തും. എന്താ, നിനക്ക് ടെൻഷനുണ്ടോ സർലെ? അല്ലെങ്കിലും ഭാമ സുസ്മിതയ്ക്ക് ദോഷമൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. കാശ് കിട്ടുന്നു വന്നപ്പോ അമ്മയും പറഞ്ഞു. ദാസേട്ടാ, എങ്ങനെയുണ്ട് എന്റെ സെലക്ഷൻ? ഈ പയ്യനെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ഓ, അങ്ങേരാണെങ്കി അതിനപ്പുറം. അപ്പോ നമുക്കിനി ചടങ്ങിലേക്ക് കടക്കാം. അല്ല ആന്റി, എനിക്ക് നീ ഒന്നും പറയണ്ട. നീ പോലും അറിയാതെ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിന്റെ മനസ്സിൽ പ്രണയം ഉണ്ടാകുന്നതും നിനക്കുണ്ടായ രൂപമാറ്റങ്ങളും
എന്ത് തേങ്ങ ഉണ്ടായെന്ന് ഇവരീ പറയുന്നേ? കാട്ടിത്തരാടാ നിന്നെ ഞാൻ. ഗുരു ഈ രസം ഇതേതാ? എടാ ഇതാണ് ഭീവത്സം. ആന്റി, എനിക്ക് സംസാരിക്കാനുണ്ട്. സംസാരിക്കാലോ? അല്ല ഭാമേ, ഇവരുടെ കുടുംബത്തിന്റെ അവസ്ഥയൊക്കെ അതൊന്നും സരള നോക്കണ്ട. രോഹിത് എനിക്ക് വിഷ്ണുവിന്റെ സ്ഥാനത്താണെന്ന് കൂട്ടിക്കോളൂ. അത് കേട്ടാ മതി. സത്യമേ, എനിക്ക് സുസ്മിതയോടൊന്ന് സംസാരിക്കാനുണ്ട്. ആയിക്കോട്ടല്ലേ അമ്മ? ആയിക്കോട്ടെ ആയിക്കോട്ടെ, ചെല്ല് ചെല്ല്. ഇവിടെ വെച്ച് നീ ഇത് പൊളിക്കാൻ ശ്രമിച്ച എന്നെ ചതിച്ചു കിടന്ന പെൺകുട്ടി നീയാണെന്നുള്ള സത്യം ഞാനിവിടെ തുറന്നു പറയും. നീ ആൾക്കാരുടെ എല്ലാം മുമ്പിൽ വെച്ച്. ഇപ്പൊ അതിനുള്ള തെളിവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് നിനക്കറിയാലോ അല്ലേ? വിഷ്ണു ശാലിനി സാക്ഷി പറയും. ഒപ്പം എൻ്റെ അമ്മയും. സത്യം തെളിഞ്ഞ സത്യമ്മ ഇവിടെ ഇട്ട് നിന്ന് ചവിട്ട് കീറുമോള്. പിന്നെ നിന്റെ ജന്മദിനം ചരമദിനവും ഒന്ന് തന്നെയാവും. എന്താ രണ്ടുപേരും തമ്മിലൊരു സ്വകാര്യം? ഞങ്ങൾ ഇപ്പൊ തന്നെ മാറി തരണോ? അത് ആന്റി പറഞ്ഞോ മോളെ, എന്തായാലും ധൈര്യമായിട്ട് പറഞ്ഞോ. എന്തു പറ്റി? ഒന്നുമില്ല ആന്റി. ആന്റി എന്റെ മനസ്സ് കണ്ടതിന് താങ്ക്സ് പറയാൻ തുടങ്ങിയതാ. താങ്ക്സ് ഒന്നും വേണ്ട മോളെ. ഇതൊക്കെയല്ലേ ആന്റിക്ക് ചെയ്യാൻ കഴിയൂ. ഇതിൽ കൂടുതൽ സഹായമൊന്നും നിങ്ങൾ എനിക്ക് ചെയ്യാനില്ല ആന്റി. എന്നാ പിന്നെ കാര്യം നടക്കട്ടെ. ഗോൾ പോസ്റ്റ് തുറന്നു കിടക്കുന്നുണ്ട്. വയ്യാത്ത കാലം കൊണ്ട് അയാളും ഗോൾ അടിക്കുന്നു. വിഷ്ണു, മോതിരം എങ്ങ് കൊണ്ടുപോവാ. എന്താടി? നിനക്കൊരു മംഗളാശംസ പറയാൻ വേണ്ടി വന്നതാ സുസ്മിതേ. അവിടുന്ന് നീയെ തിരക്കിട്ട് വന്നപ്പോഴേ എനിക്ക് പറയാൻ സാധിച്ചില്ലല്ലോ. ആ പല്ല് കടിച്ചു പൊട്ടിക്കാതെ നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ബാലൻസ് ചിന്തിച്ചോ സുസ്മിതേ? ഈ കണ്ട സ്വപ്നത്തിന്റെ ബാലൻസ് കാണാന്നൊക്കെ പറയില്ലേ, അതുപോലെ. നിനക്കെങ്ങനെ ഈ പണി കിട്ടി എന്നല്ലേ നീ ചിന്തിച്ചോണ്ടിരിക്കുന്നത്? അതെങ്ങനെ ഞാൻ മനസ്സിലാക്കിയെന്നായിരിക്കും. എടീ, അതാടി ഞാൻ പറയുന്നത്. നീ ചിന്തിച്ച് അവസാനിപ്പിക്കുന്നിടത്തുനിന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങുന്നെന്ന്. നിന്റെ മരവിച്ച തലച്ചോറ് ചൂടാക്കി നീ വല്ലാതെ പാടുപെടണ്ട. ഇതിനൊക്കെ പിന്നില് ഞാനടി. എടി, നീയോ? അത്ര പോലും ചിന്തിക്കാനുള്ള ബോധമില്ലേ സുസ്മിതേ നിനക്ക്? രോഹിത് വെറുതെ ഒരു ദിവസം വന്ന് സത്യാമ്മയുടെ വീട്ടിലെ ഡ്രൈവറായി ജോയിൻ ചെയ്യുമെന്ന് നീ കരുതിയോ? നിനക്കെന്തായാലും ഒരു കാര്യത്തെ സമാധാനിക്കാം. നീ പ്രേമിച്ചിരുന്ന ആളെ തന്നെ കല്യാണം കഴിക്കാൻ സാധിക്കുമല്ലോ. ബെസ്റ്റ് വിഷസ് ആൻഡ് കൺഗ്രാറ്റ്സ്. അത് വെറും തമാശക്ക്. അപ്പൊ പിന്നെ ഇതൊരു തമാശയായിട്ട് കൂട്ടിയാ മതി. ഇത് ചതിയാ, ചതി. എല്ലാരും കൂടെ എന്നെ ട്രാപ്പിലാക്കായിരുന്നു.
വേദോപദേശം നടത്തുന്നോടി ലേഡി ഡെവൽ. അതേടി, നിന്റെ പേര് അത് തന്നെയാ, പെൺപിശാച്. അതിനെ ഒഴിപ്പിക്കാൻ ഒരു വഴിയേ ഉള്ളൂ, ഭൂതോച്ചാടനം. എടി, നീ പറഞ്ഞില്ലേ ട്രാപ്പിലാക്കിയതാണെന്ന്? അതേടി, ഞാൻ അറിഞ്ഞു തന്നെ ചെയ്തതാ. പിന്നെ ചതിയുടെ കാര്യം, നീ ഇത്രകാലം ജീവിച്ചത് തന്നെ അങ്ങനെയല്ലേ? അല്ലേ? അല്ലേടി, നീ രോഹിത്തിനെ പ്രേമിച്ചിട്ട് വഞ്ചിച്ച് കടന്നു കളഞ്ഞത് ചതിയല്ലായിരുന്നോടി? പിന്നാലെ വന്ന ആ സാധുവിനെ അടക്കം 3 പേരെ കൊല്ലാൻ കാറിന്റെ ടയർ ഇളക്കി വെച്ചത് ചതിയല്ലേ? ഞാനിപ്പോ എവിടെയാ? ഇത് ഹോസ്പിറ്റലാ. അയ്യോ വേണ്ട വേണ്ട, നിങ്ങൾ കിടന്നോ? ഈ മുറി മുഴുവൻ എനിക്കായിട്ടാണോ? അതെ. അതിനൊക്കെ വലിയ ചെലവാവില്ലേ മോളെ? വല്ല ധർമാശുപത്രിയിൽ നോക്കിയാൽ മതിയായിരുന്നു. ആശുപത്രിയുടെ വലിപ്പമൊന്നും ആലോചിച്ച് ഭാനുമതിയമ്മ വിഷമിക്കണ്ട, ബില്ലടയ്ക്കുന്നത് ഞങ്ങളല്ലേ. എന്നാലും ചുമ്മാ കാശ് കളയല്ലേ മോളെ? ആ അത് പോട്ടെ, എനിക്ക് കിട്ടേണ്ട കുത്തല്ലേ നിങ്ങൾ വാങ്ങിച്ചെടുത്ത്. നിങ്ങൾക്കിപ്പോ എങ്ങനെയുണ്ട്? വേദനയുണ്ടോ? എനിക്കൊന്ന് എഴുന്നേറ്റിരിക്കണം. വേദനയുണ്ടോ? ഇല്ല. പിന്നെ നിങ്ങളുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? എനിക്ക് വിശക്കുന്നു. ക്യാൻറ്റീനിൽ നിന്ന് കഞ്ഞി വാങ്ങി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കിപ്പോ കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു. എനിക്ക് വിശക്കുന്നുണ്ട്. ആ എന്നാ ഞാനൊന്ന് എടുത്തു തരാം. ഞാൻ കോരി തരണോ? വേണ്ട, ഇനി തന്നാ മതി. മനു, ഇത് വേദനിക്കില്ലേ? ഒരു ഉറുമ്പ് കടിച്ച പോലെ. ഈ കിക്ക് വെച്ച് നോക്കുമ്പോ ആ വേദനയൊന്നും ഒരു വേദന അല്ലടി. എന്നാലും ഇത് തന്നെ സേഫ്. നേരിട്ട് ബ്ലഡിലേക്ക് ഇഞ്ചക്ട് ചെയ്താ ഒരു പോലീസ് ചെക്കപ്പിലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അല്ല, നിന്റെ ബാഗിൽ നിന്ന് വീട്ടുകാരോ ടീച്ചേഴ്സോ എന്ത് തപ്പിയെടുക്കുമെന്നാ? അത് കൊള്ളാലോ. അവക്കൂടെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കടാ. ചെല്ല്. ഏയ് വേണ്ട, സാരമില്ലെന്നേ. ആദ്യമേ ഈ പേടിയൊക്കെ ഉണ്ടാവും. അല്ല വേണ്ട.
പേടിക്കണടേ, ഞാനല്ലേ പറയുന്നേ. നല്ല വേദന എടുക്കില്ലേ മനു? ഇല്ലെന്നേ, നീ നിന്റെ കൈ നീട്ട്. ചെയ്തോട്. നിന്റെ കൈ ഇങ്ങനെ നീട്ട്. മനു, നിന്നെ വിശ്വസിച്ചാ ഞാൻ. കുഴപ്പമില്ലെന്നേ. ഇതിനു ചുറ്റും പെട്രോൾ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. എവിടെയൊക്കെ അത് ഒഴിച്ചിരിക്കുന്നെന്ന് എനിക്കും ദൈവത്തിനും മാത്രമേ അറിയൂ. നിന്റെയൊക്കെ കൂട്ടുകാരിൽ ഒരാള് ഒരു കഞ്ചാവ് ബീഡി കത്തിക്കാൻ വേണ്ടി കൊള്ളി ഉരച്ചാ മതി, ഇത് മുഴുവൻ ഒരു നിമിഷം കൊണ്ട് കത്തിപ്പടരും. ഒപ്പം നീയൊക്കെ ഇവിടെ ഒളിപ്പിച്ച സ്ഫോടക വസ്തുക്കളും. നേരാടാ, പെട്രോളിന്റെ മണമല്ലോ. ഈ ബിൽഡിങ്ങിന് ചുറ്റും പെട്രോൾ ഒഴിച്ചിട്ടുണ്ട്. ചോദിക്കാൻ ആരും ഉണ്ടാവില്ല. 6 മിനിറ്റ് കൊണ്ട് കത്തി അമരുന്ന ആ വെണ്ണീർ നോക്കി കരയാൻ നീയൊക്കെ മാത്രം ഇവിടെ ഉണ്ടാവും. പോലീസോ എക്സൈസോ ആന്റി നാർക്കോട്ടിക്സോ തല കുത്തി നിന്ന് തെരഞ്ഞാലും ഒരു തുമ്പോ തുരുമ്പോ കിട്ടാത്ത രീതിയിൽ ലക്ഷങ്ങളുടെ ഡ്രഗ്സ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സേഫ് പ്ലേസ്. ആരും തെരയാൻ ധൈര്യപ്പെടാത്ത ഇടം. പോൾസണച്ചാന്റെ ബുദ്ധിയുള്ള. നിങ്ങളോട് ഇതൊക്കെ ആരാ പറഞ്ഞത്? ഒരു ഊഹം മാത്രം. ഇതുവരെ അത്രയുണ്ടായിരുന്നോ? അതിപ്പോ സത്യമായി. കൂട്ടിക്കൊണ്ടുപോയി കത്തിക്കഴി നിന്റെ ചേച്ചിയെ. ഞാനല്ല കത്താൻ പോകുന്നത്, നീയൊക്കെ നിന്ന് കത്തും. ഒരു ചുക്ക് നടക്കാൻ പോകുന്നില്ല മനു. ഞാൻ ഇവരുടെ കൂടെ പോവാനും പോകുന്നില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ചെയ്യും. അപ്പം അതാണോ നിന്റെ തീരുമാനം? അതെ. 1 2 3 3 വരെ ഞാൻ എണ്ണും. അതിനുള്ളിൽ നിനക്ക് എന്റെ കൂടെ വരണമെങ്കിൽ വരാം. നീ എന്റെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഇവിടെ ആദ്യത്തെ ചുവട് വെക്കുന്ന നിമിഷം ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരഞ്ഞു വീഴും. നിന്ന് കത്തുന്നവരുടെ കൂട്ടത്തിൽ എന്റെ അനിയത്തി ഉണ്ടെങ്കിലും എനിക്കതൊരു പ്രശ്നമല്ല. ഒരു തെറ്റും ചെയ്യാത്തൊരു പാവ അമ്മയുടെ വയറ്റിലേക്ക് കത്രിക കുത്തിയിറക്കാൻ മാത്രം മയക്കുമരുന്ന് ഭ്രാന്ത് പിടിച്ചൊരു അനിയത്തി എനിക്ക് വേണ്ടടി. ഭൂമിക്കൊരു ഭാരമായി മാറാനാ അത് പോകുന്നതെങ്കിൽ ഇവിടെ അതങ്ങ് കത്തിത്തീരട്ടെ. മനു, ഇത് കുഴപ്പമാ. ഈ പെണ്ണ് പറഞ്ഞ പോലെ ചെയ്യുന്നോളാ. എടി, നിന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്കൊരു വിചാരമുണ്ട്. അവർക്ക് ചുറ്റും ആ ലോകം കറങ്ങുന്നതെന്ന് തോന്നും. ശരീരത്തിലേക്ക് യൗവനം കടന്നു വരുമ്പോ തോന്നുന്ന ഒരു ഭ്രമം മാത്രമാണത്. അതിനെ പ്രോത്സാഹിപ്പിക്കാനും കടമുനക്കോണിനെ വർണ്ണിച്ച് കവിത എഴുതാനും ഒക്കെ ചില കോന്തന്മാരും കാണും. പക്ഷേ പണവും പദവിയും വിദ്യാഭ്യാസവും അന്തസ്സും ഒന്നും ഇല്ലെങ്കിൽ ആണും പെണ്ണും വെറും ചണ്ടിയാ. പോലീസ് സ്റ്റേഷന്റെയും കോടതിയുടെയൊക്കെ വരാന്തയിൽ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർമാരെ അല്ല, ഒരു സിവിൽ പോലീസ് ഓഫീസറെ കാണുമ്പോ പോലും കയ്യും കൂപ്പി
നിയമസഹായം തേടി നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഇന്ന് ഈ ഭൂമിയില്. അതിനേക്കാൾ ഒരു പടി പോലും മീതെയല്ല നീ. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരേ ഉള്ളൂ. ശാരദാമ്മ ഒരു നാടിനെ മുഴുവൻ അന്നമൂട്ടുന്ന പുണ്യം. വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും ആ പുണ്യത്തിന് മുമ്പിലാ എന്നെ പോലുള്ളവര് ഓച്ചാനിച്ച് സല്യൂട്ട് ചെയ്യുന്നത്. അല്ലാതെ നിന്റെയൊക്കെ നീ നേരെ വാ നേരെ പോന്നുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം.